നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുകൾ അഴിമതിയുടെ വളർത്തുകേന്ദ്രമാണെന്ന് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 6 മുതൽ 10 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു. ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനം സ്വന്തമാക്കി വിജയവും കുടുംബവും. യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര താക്കോൽ ദാനം നിർവഹിച്ചു. കോതമംഗല രൂപതയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധാഗ്നിയും സംഘടിപ്പിച്ചു. പ്രതിഷേധാഗ്നി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പഞ്ചായത്ത് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുകൾ അഴിമതിയുടെ വളർത്തു കേന്ദ്രമാണെന്ന് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നതിന് മെയ് 17 എറണാകുളത്ത് വിപുലമായ കൺവെൻഷൻ ചേരുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു മുന്നോടിയായി എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും യോഗങ്ങൾ നടന്നു വരികയാണ്. ഇന്നത്തെ കക്ഷി രാഷ്ട്രീയ പ്രധാനമായ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കക്ഷി രാഷ്ട്രീയം മുക്തമാക്കണമെന്നും തമ്പാൻ തോമസ് കൂട്ടിച്ചേർത്തു. അടുത്തുവരുന്ന പഞ്ചായത്ത് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നതിന് ഒരു സ്ഥിരം കക്ഷിരഹിത വേദി ഉണ്ടാക്കുന്നതിന് മെയ് 17 ശനിയാഴ്ച എറണാകുളത്ത് വിപുലമായ കൺവെൻഷൻ ചേരുമെന്നും അറിയിച്ചു. കൺവെൻഷന് മുമ്പായി എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും സമാന ചിന്താഗതിക്കാരുടെ യോഗങ്ങൾ നടന്നുവരികയാണ്. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലില്ലാത്ത രാഷ്ട്രീയ അതിപ്രസരമാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഉള്ളത്. ഇന്നത്തെ കക്ഷി രാഷ്ട്രീയ പ്രധാനമായ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കക്ഷി രാഷ്ട്രീയം മുക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇങ്ങനെ ഈ ഇഷ്യൂ ഉയർന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭരണഘടനയിൽ വന്നിട്ടുള്ള 2 ഭേദഗതികളുണ്ട്. ഭരണഘടന അത് അദ്ദേഹം വിശദീകരിക്കുക ഭേദഗതിയെ സംബന്ധിച്ചൊക്കെ. ആ ഭേദഗതി അനുസരിച്ച് സഹകരണ സംഘങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വ്യത്യസ്തമാണ്. പണ്ട് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ കയ്യിൽ അമരാനുള്ളതല്ല, അതിനപ്പുറത്ത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ളത്. ഇത് നാം കാണുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ 2 സ്ഥാപനങ്ങളും രാഷ്ട്രീയ അതിപ്രസരം മൂലം അഴിമതി നിറഞ്ഞതായി തീർന്നിട്ടുണ്ട്. സഹകരണ സംഘങ്ങളെ കുറിച്ച് വരുന്ന പരാതികൾ നാം കാണുന്നു. പഞ്ചായത്തുകളിൽ നടക്കുന്ന സമ്പ്രദായങ്ങളെ കുറിച്ച് നാം കാണുന്നു. ഏറ്റവും അവസാനമായി നവീൻ ബാബുവിന്റെ അനുഭവം പോലും നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. അപ്പൊ കക്ഷിവത്കരണം പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുരുതരമായ പ്രത്യാഘാതം. അതിനു പകരം പഞ്ചായത്ത് നിയമം കൊണ്ട് തദ്ദേശ സ്വയംഭരണ നടത്തിപ്പിനെ സംബന്ധിച്ച് അത് വികസനവും ഭരണവും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും എങ്ങനെ പരസ്പരം ബന്ധിതമാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള വിഷയം ഇതിനകത്തുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്, ജോൺ ജോസഫ്, നിത്യാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 6 മുതൽ 10 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണത്താൽ നിർമ്മിച്ച ചുറ്റമ്പല സമർപ്പണം ഏപ്രിൽ 6 രാവിലെ 9 നടക്കും. ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളിയാഴ്ത്തുമന ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ രാധിക സുരേഷ് ഗോപി ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കും. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 6 മുതൽ 10 വരെ ആഘോഷിക്കും. 1-ാം ദിവസമായ ഏപ്രിൽ 6 രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം 9 ചുറ്റമ്പല സമർപ്പണം നടക്കും. ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളിയാഴ്ത്തുമന ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ രാധിക സുരേഷ് ഗോപി ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കും. വേദിയിൽ വിവിധ കലാപരിപാടികളുണ്ടായിരിക്കും.
രണ്ടാം ദിവസം ഏപ്രിൽ 7 രാവിലെ 9:30 ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകം, ഭദ്രകാളി പൂജ, തുടർന്ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം വേദിയിൽ വിവിധ കലാപരിപാടികൾ നടക്കും. രാത്രി 7 മുതൽ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9 വിന്നർ അരവിന്ദ് നായരും ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പ് ശ്രീഷ്മ ജയനും നയിക്കുന്ന ഗാനമേള. 8 വിവിധ ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും, 9 രാവിലെ 9 ഇരട്ടപ്പൊങ്കാല, 11 മകം തൊഴൽ, രാത്രി 7 പൂമൂടൽ. വേദിയിൽ വിവിധ കലാപരിപാടികളും നടക്കും. ഏപ്രിൽ 10 പൂരം തൊഴൽ, 11 ശ്രീഭൂത ബലി, 12 പൂരം പിറന്നാളൂട്ട്, വൈകിട്ട് 4 ജീവിത എഴുന്നള്ളത്ത്. രാത്രി 7 എഴുന്നള്ളത്തിന് എതിരേൽപ്പ്, താലപ്പൊലി. ഏപ്രിൽ 10 വിളക്കൻ പൊലി എന്നിവയാണ് ആഘോഷ പരിപാടികൾ. ഉത്സവ ദിവസങ്ങളിൽ പ്രസാദൂട്ട് ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പാലായിലെ തന്നെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ 1-ാം ദിവസം അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുകയാണ്. അതിലെ ഒരു പ്രധാന ചടങ്ങ് ചുറ്റമ്പല സമർപ്പണമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി പണിത ചുറ്റമ്പലം കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ ശ്രീമതി രാധിക സുരേഷ് ഗോപിയാണ് നിർവഹിക്കുന്നത്. അതിനെ തുടർന്ന് 10 മണിക്ക് ചുറ്റമ്പല സമർപ്പണ സമ്മേളനമുണ്ട്. അതിൽ വിശിഷ്ടാതിഥികളായിട്ട് ജോസ് കെ മാണി MP-യും മാണി കാപ്പൻ MLA-യും പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് A. അജിത് കുമാറാണ്. ദേവസ്വം ബോർഡ് മെമ്പർ ആണ് അദ്ദേഹം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിജു ഇലവുങ്കത്തടത്തിൽ, സെക്രട്ടറി അനീഷ് മധു മടത്തിനാൽ, അജിത് പാർക്കൽ, സുധീർ കമല നിവാസ്, അരവിന്ദാക്ഷൻ തെക്കേ നെല്ലിയാനി, ഷാജി നാരകത്തിനാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സാമൂഹിക സമഗ്ര വികസനത്തിന് മുൻതൂക്കം നൽകി അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി അവതരിപ്പിച്ചു. 128,53,56,294 രൂപ പ്രതീക്ഷിത വരുമാനം കണക്കാക്കിയുള്ള ബജറ്റ് അവതരണമാണ് നടന്നത്. സാമൂഹിക സമഗ്ര വികസനത്തിന് മുൻതൂക്കം നൽകി അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി അവതരിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റ് അവതരണമാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത്. വിവിധ മേഖലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 123,53,56,294 രൂപ പ്രതീക്ഷിത വരുമാനവും 128,10,642 രൂപ ചെലവും 12,45,652 രൂപ നീക്കുബാക്കിയുമായുള്ള 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി അവതരിപ്പിച്ചത്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. 14-ാം പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതിന് തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് ഗതിവേഗം കൂട്ടുക എന്ന പ്രധാന ലക്ഷ്യത്തോട് തന്നെയാണ്. സുസ്ഥിര വികസനത്തിലൂന്നിയുള്ള പ്രാദേശിക വികസനവും നവീന തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയും ഈ പഞ്ചവത്സര പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 4 വർഷത്തിലെയും പദ്ധതി പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രാദേശിക വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇക്കുറിയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തനത് വരുമാനം, പൊതു ആവശ്യ ഫണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ, മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങിയ 123,53,56,294 രൂപ പ്രതീക്ഷിച്ച വരുമാനവും കാർഷിക പശ്ചാത്തല സേവന മേഖലകളിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് പദ്ധതികളും ഭരണ ചെലവുകളും ചേർന്നുള്ള ചെലവുകളും ചേർത്ത് 128,21,00,000
10,642 രൂപ പ്രതീക്ഷിച്ച ചെലവും 12,45,652 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിച്ച് കൊണ്ടാണ് 2025-26 വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. PMAY ഭവന നിർമ്മാണ പദ്ധതിയിൽ 1,97,12,000 കാർഷിക മേഖലയുടെ വികസനത്തിനായി 5,53,000 ക്ഷീരവികസന പദ്ധതികൾക്കായി 10 ലക്ഷവും മൃഗസംരക്ഷണത്തിന് 7 ലക്ഷവും ചെറുകിട വ്യവസായ വികസനത്തിന് 50 ലക്ഷവും പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് 30 ലക്ഷവും മറ്റ് പദ്ധതികൾക്ക് 97,15,612 രൂപയും അംഗൻവാടി വികസനത്തിന് 23 ലക്ഷവും ടൂറിസം ശിശുക്ഷേമത്തിനായി 50 ലക്ഷവും കൂട് പദ്ധതിക്ക് 10,20,000 വയോജനക്ഷേമത്തിന് 43,95,30 രൂപയും സാംസ്കാരിക മേഖലയ്ക്ക് 25,50,000 സ്ത്രീ ശാക്തീകരണത്തിന് 57,50,000 പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി 3,34,40,000 തൊഴിലുറപ്പ് പദ്ധതികൾക്ക് 45,71,69,093 രൂപയും കുടിവെള്ളം ശുചിത്വം പദ്ധതികൾക്ക് 1,23,00,000 രൂപയുമാണ് പ്രധാനമായും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഏലപ്പാറ, പീരുമേട്, കൊക്കയാർ, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറി, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ വേളയിൽ സന്നിഹിതരായിരുന്നു. BBC ന്യൂസ്, പീരുമേട്. ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനം സ്വന്തമാക്കി ബിജുവും കുടുംബവും. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനത്തിന്റെ താക്കോൽദാനം യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ, ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറേക്കാട്ടിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരനായ വിജു പൗലോസിനും കുടുംബത്തിനും തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനത്തിന്റെ താക്കോൽദാനം യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പ്രതീക്ഷകളിലാണ്. ഗോപിനാഥ് മുതുകാട് തെളിച്ച പ്രതീക്ഷ എന്ന വെളിച്ചത്തിലൂടെ ഭിന്നശേഷിക്കാരനായ വിജുവിനും കുടുംബത്തിനും പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഉദ്ഘാടനത്തിനിടെ അദ്ദേഹം പറഞ്ഞു. ചിന്താശേഷിയുള്ള വ്യക്തിത്വങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സമൂഹം അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ജില്ലയിലും ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ തുടർന്ന് സമൂഹത്തിന്റെ കടമയാണ് ആ ജില്ലയിൽ അത്തരത്തിൽ ആ മാതൃകയിലുള്ള നിരവധി വീടുകൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുക എന്നത്. അതിന് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. സമൂഹത്തിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് ഈ വീട്ടിലേക്ക് ജീവിതം പറിച്ചു നടുന്ന അല്ലെ പുതിയ ജീവിതം ആരംഭിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബിജു പൗലോസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ഐശ്വര്യപൂർണമായ ജീവിതം, ഒരു രണ്ടാം ഘട്ട ജീവിതത്തിൻ്റെ ഒരു കുതിപ്പിനുള്ള ഒരു സ്ഥലമായി, ഒരു ലോഞ്ചുപാടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രതീക്ഷാനിർഭരമായ ജീവിതത്തിൽ തളരാതെ മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജം നൽകുന്ന ഒരു വീടായി ഇത് മാറട്ടെ. നിങ്ങളുടെ മുന്നിൽ മാതൃകയാവേണ്ടത് ശ്രീ ഗോപിനാഥ് മുതുകാടാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നടത്തിയ അതേ ഊർജവും പ്രചോദനവും നിങ്ങൾക്കും അടുത്ത ഘട്ടത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള എല്ലാ ഊർജവും പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തൊടുപുഴ വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറേക്കാട്ടിൽ, പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ, ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാനറ്റ് മാനേജർ സുനിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ഈ ഒരു വീട് സമർപ്പിക്കുന്നതിനകത്തുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ്. വീട് കൊടുക്കുക എന്നതിലപ്പുറം ഒരു ഇൻക്ലൂസീവ് കേരള എന്ന് പറയുന്ന ഒരു സംരംഭം ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീട് കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക്. ഓരോ ജില്ലയിലും ഇത് കൊടുക്കുമ്പോൾ, ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു, ഇവിടെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ട് ഇന്ന് തൊടുപുഴയിൽ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഓരോ വ്യക്തികളായിരിക്കണം ഇത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം നമ്മുടെ കേരളവും ലോകത്തെവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവർ മുഴുവൻ അത്രമാത്രം ഹൃദയത്തിലേറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രഭാഷണങ്ങളും ചിന്താഗതികളും നമ്മൾ ശരിക്കും കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലതവണ ബന്ധപ്പെട്ടു. അദ്ദേഹം യാത്രയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു, ഇത് വേറെ ആരും കൊടുക്കില്ല, അദ്ദേഹം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എത്ര ദിവസം ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഡേറ്റ് അദ്ദേഹത്തിന് ഒരു യാത്രക്കിടയിൽ ഒരു ഡേറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത്.
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചെറുപുഷ്പം ജെയ്സനു വേണ്ടി മകൻ സാം ജെയ്സൺ, എഞ്ചിനീയർ അനൂപ്, സപ്പോർട്ടർ ഔസേപ്പച്ചൻ എന്നിവരെ മൊമന്റോ നൽകിയും പൊന്നാടി അണിയിച്ചും ആദരിച്ചു. തങ്ങളുടെ സേവനങ്ങൾ ഇവർ സൗജന്യമായാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ഡിഫറന്റ് ആർട്സ് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽ ചെയർ ബിജുവിന് കൈമാറി. വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വീഡിയോ നിർമ്മിച്ച് ലഭിച്ചതിന്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുതലാളി സാറിന്, അതിന് പിന്നിലുള്ള എല്ലാ ആളുകളെയും നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി ഓർക്കുകയും അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വഴിത്തല. ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷന്റെ പൊതുയോഗം നടത്തി. ഇതോടൊപ്പം സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും നൽകി. ജില്ലാ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വ്യവസായികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അവതരിപ്പിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷന്റെ പൊതുയോഗവും സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും നൽകി. ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ടിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ വ്യവസായ ഭവനിൽ വെച്ച് നടന്നു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീനെയും മറ്റ് സംസ്ഥാന നേതാക്കളെയും ആദരിച്ചു. യോഗത്തിൽ മുൻ പ്രസിഡന്റ് ബേബി ജോർജ്, സെക്രട്ടറി ജോബി ചെറിയാൻ, ട്രഷറർ ബിജു പി വി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കട, ട്രഷറർ ജയകൃഷ്ണൻ ബി, ജോസ് പി ജെ, എ ഫസിലുദ്ദീൻ, എ വി സുനിൽനാഥ്, എം എം മുജീബ് റഹ്മാൻ, ജോസഫ് ടി സിറിയക്, റിജി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം 1961 രൂപീകൃതമായ ദി കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ 23ാമത് സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. അധികാരത്തിൽ വരുന്ന സമയത്ത് ഏകദേശം 5700 മെമ്പർഷിപ്പ് ആയിരുന്നെങ്കിൽ ഇന്നത് 10,000 എത്തിക്കാനും കഴിഞ്ഞു. 14 ജില്ലയിലും ഓഫീസുകളും സ്റ്റേറ്റ് ഓഫീസും പെർ റീജിയണൽ ഓഫീസും ഏകദേശം 1,85 ലക്ഷം രൂപയ്ക്ക് നമ്മളവിടെ ബിൽഡിംഗ് വാങ്ങി. ഒരു 40 ലക്ഷം രൂപയുടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 30 അല്ലെങ്കിൽ മെയ് 8, ഏപ്രിൽ 30 മുഖ്യമന്ത്രിയും മറ്റെല്ലാം റെഡിയാണ്. പക്ഷെ നമ്മുടെ വ്യവസായ മന്ത്രി 27, 28 വയനാട്, കോഴിക്കോട് ആയതുകൊണ്ട് 30 നടക്കുന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കാൻ സാധ്യതയെന്നൊരു സംശയം പറഞ്ഞു. അന്നേരം ഓൺലൈനാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മെയ് 8 നമ്മുടെ കേരളത്തിലെ 14 ജില്ലയിൽ നിന്ന് വരുന്ന ഏതൊരു വ്യവസായികൾക്കും പാളയത്ത് നിന്ന് 1 കിലോമീറ്റർ കുന്നുകുഴിയിൽ 3000 സ്ക്വയർ ഫീറ്റുള്ള 7 സെൻറ്റുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. യോഗത്തിൽ വ്യവസായികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അവതരിപ്പിച്ചു. നിലവിൽ വ്യവസായങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാണെന്നും നിലവിലുള്ള വ്യവസായങ്ങൾക്ക് 4% പലിശയ്ക്ക് ലോൺ അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ പ്രസിഡന്റ് ബേബി ജോർജ് സ്വാഗതവും റെജി വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും വൈദികർക്കും നാട്ടുകാർക്കുമെതിരെ വനംവകുപ്പ് എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത എന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗല രൂപതയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധാഗ്നിയും സംഘടിപ്പിച്ചു. ചെറിയ പള്ളിത്താഴത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു. പ്രതിഷേധാഗ്നി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും വൈദികർക്കും നാട്ടുകാർക്കുമെതിരെ വനംവകുപ്പ് എടുത്തിട്ടുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത എന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധാഗ്നിയിൽ ആയിരങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തു. കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും നടത്തിയത്. ചെറിയ പള്ളിത്താഴത്തു നിന്നും തുടങ്ങിയ പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു. കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ കത്തിച്ച പന്തങ്ങളും മുദ്രാവാക്യം വിളികളുമായി അണിനിരന്നു. പ്രതിഷേധാഗ്നി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റുകാരും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ മന്ത്രിയും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു.
വനം വകുപ്പുകാരെ പേടിയാണോ എന്നൊക്കെ സംശയം. നാട്ടുകാർക്ക് മാത്രമല്ല ഗവൺമെന്റിനും വനം വകുപ്പിനെ പേടിയാണോ എന്ന് സംശയമുണ്ട്. പണ്ടൊക്കെ വന്യമൃഗങ്ങളെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ വന്യമൃഗങ്ങളെക്കാൾ കൂടുതലായിട്ട് വനപാലകരെ പേടിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. അടിമത്ത കാലത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇരുണ്ട യുഗത്തിലേക്ക് നമ്മളെ നടത്തുകയാണെന്ന് സംശയമുണ്ട്. യൂറോപ്പിലെ ബ്ലാക്ക് ഏജസ് ഇരുണ്ട യുഗം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവിടെ മൃഗങ്ങളുടെ ആധിപത്യമായിരുന്നു. ഈ കേരളത്തിലെ ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിലകൊള്ളുന്ന ഫോറസ്റ്റുകാരും അതിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പരസ്പരം പഴിചാരി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ആരും ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ തിന്മയുടെ കൂടെ നിൽക്കുന്നവരെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. വനം വകുപ്പ് ജനങ്ങളൊപ്പമാണെങ്കിൽ, ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവരോട് സഹകരിക്കും. ഇല്ല എങ്കിൽ അവരെ എതിർത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വഴി തുറന്നു കിട്ടുന്നത് വരെ നിശബ്ദരായിരിക്കുകയില്ല. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലക്കണ്ടം, ആന്റണി ജോൺ MLA, അഡ്വക്കേറ്റ് AJ ദേവസ്യ, ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റ്, സിജിമോൻ K ഫ്രാൻസിസ്, ഫാദർ അരുൺ വലിയ താഴത്ത്, റവറൻ ഡോക്ടർ തോമസ് J പറയടം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. MCFന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജമായി എഴുതി ചേർത്ത പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പിൻവലിക്കുക. MCFന് സ്ഥലം വാങ്ങൽ പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിൽ വിശദമായി ചർച്ച നടത്തി അംഗീകാരം നേടിയതിനു ശേഷം മാത്രം തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപ്പുതറ പഞ്ചായത്തിന് മുന്നിൽ വാമൂടിക്കെട്ടി കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ അഴിമതി എന്ന് സംശയിക്കുന്നതായും CPM നേതൃത്വം മറുപടി പറയണമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന സോദരൻ എന്നിവർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റി രൂപീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റി തീരുമാനത്തിനകത്ത് സബ് കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിക്കുകയും ഇതിനോടനുബന്ധിച്ചുള്ള തുക ബോധ്യപ്പെടുകയും ചെയ്തു. കമ്മിറ്റി അംഗീകരിച്ചു എന്ന രീതിയിലാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. അത് വ്യാജമായ തീരുമാനമാണ്. ഞങ്ങളുടെ അറിവില്ലാത്തതാണ്. ഞങ്ങൾ രണ്ടുപേരും, സബ് കമ്മിറ്റിയിലുള്ള ഞങ്ങൾ രണ്ടുപേരും ആ സ്ഥലം ഇന്നുവരെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് അറിയിക്കും. ഞാൻ പറഞ്ഞത് 25-ാം തീയതി വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റി കൂടണമെന്നുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. 25-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയെ ഞങ്ങൾ പരാതി അറിയിച്ചപ്പോഴാണ് 26-ാം തീയതി ജാഗ്രത കൂട്ടി സബ് കമ്മിറ്റി കൂടുന്നത്. അപ്പോൾ ഈ സബ് കമ്മിറ്റി കൂടിയെന്നുള്ള വ്യാജരേഖ വേണമെങ്കിൽ ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തി വേണമെങ്കിൽ ഒരു രേഖ ഉണ്ടാക്കാൻ പാടുന്നില്ല. ആശാപ്രവർത്തകരുടെ വേതനം കാലോചിതമായി ഉയർത്തി നൽകാത്തത് വഞ്ചനയാണെന്ന് DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ പറഞ്ഞു. പന്നൂരിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജെയിംസ് തുലാമറ്റം അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. PSC ചെയർമാനും അംഗങ്ങൾക്കും മറ്റു ഉന്നത ശ്രേണിയിലുള്ളവർക്കും വാരിക്കോരി കൊടുക്കുന്ന ഇടതു സർക്കാർ സാധാരണക്കാരും നിർധനരുമായ ആശാപ്രവർത്തകരുടെ വേതനം കാലോചിതമായി ഉയർത്തി നൽകാത്തത് വഞ്ചനയാണെന്ന് DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ പറഞ്ഞു. പന്നൂരിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരുഷന്മാരിൽ ഭൂരിപക്ഷം പേരും ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഞാൻ 2 തവണ, സഭാസിനും അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ നമ്മൾ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ടെൻഷനോടുകൂടി ഒരു തുണിയിൽ പൊതിഞ്ഞ് 3-4 കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് കഥ തുറന്ന് കൺഗ്രാജുലേഷൻസ്, താങ്കൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു നേഴ്സിംഗ് അസിസ്റ്റന്റോ കൊണ്ടുവരികയാണ്. വിറയ്ക്കുന്ന കൈകളോടെ അച്ഛൻ ഏറ്റുവാങ്ങുന്നത് ആ കുഞ്ഞിന്റെ ശരീരത്ത് മുഴുവൻ രക്തമായിരിക്കും. പെട്ടെന്ന് അമ്മയുടെയിലോട്ട് കൊടുക്കും, അല്ലെ അച്ഛന്റെ സഹോദരിയുടെയിലോട്ട് കൊടുക്കും. പിറ്റേ ദിവസം ഈ ലേബർ റൂമിൽ നിന്ന് വാർഡിലേക്ക് മാറിക്കഴിയുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം അങ്ങനെ പറഞ്ഞവരാണ്, മാറിക്കഴിയുമ്പോൾ അച്ഛൻ കാണാൻ ചെല്ലും. ജെയിംസ് തുലാമറ്റം അധ്യക്ഷത വഹിച്ചു. ജോൺ നെടിയപാല മുഖ്യപ്രഭാഷണം നടത്തി.
മനോജ് കോക്കാട്ട്, ജിജി അപ്രേം, ടി കെ നാസർ, AN ദിലീപ് കുമാർ, PS സെബാസ്റ്റ്യൻ, ബീന ജോളി, അബ്ദുൾ കരീം, ആൻസി സിറിയക്, സിജി വാഴിയിൽ, ജോജോ വെച്ചൂർ, സോജൻ വർഗീസ്, ഷാജൻ ജെയിംസ്, PK ശിവൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വഴുത്തല പാറത്തട്ടൽ ഉലഹനാന്റെ മകൻ ജോണി നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം 29-ന് രാവിലെ 10-ന് വീട്ടിലാരംഭിച്ച് മാരിക സെന്റ് ജോസഫ്സ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ജിൻസി അഞ്ചേരി പള്ളിക്കാമടത്തിൽ കുടുംബാംഗം. മക്കൾ ജോഹാൻ, തെരേസ, ജോസഫ്. ഫാദർ തോമസ് പാറത്തട്ടൽ സഹോദരനാണ്. പെരിയാമ്പ്ര കഴിക്കച്ചാലിൽ പരേതനായ KM ജോണിന്റെ ഭാര്യ ചിന്നമ്മ ജോൺ നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം 28-ന് രാവിലെ 10:30-ന് ചിറ്റൂർ സെന്റ് ജോർജ് പള്ളിയിൽ. പരേത കാക്കൂർ നടുവത്ത് കുടുംബാംഗമാണ്. മക്കൾ സിജോ, ബിൻസി, അഞ്ജന. മരുമക്കൾ റൂബി സിജോ വൻമേലിൽ കുണിങ്ങി, ഡീൻ ബേബി ആലിനക്കുടിയിൽ ഞാറക്കാട്, ബിജു ചെറിയാൻ വേളാശ്ശേരിയിൽ മുത്തോലപുരം. ഉത്സവ വിശേഷങ്ങൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 2ാം ഉത്സവത്തോടനുബന്ധിച്ച് കൊടിപ്പുറത്ത് വിളക്ക് നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 2ാം ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തിഗാനലയം നടന്നു. ഇരിങ്ങാലക്കുട സാരംഗ് ഓർക്കസ്ട്രയാണ് ഭക്തിഗാനലയം അവതരിപ്പിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഞ്ചായത്ത് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുകൾ അഴിമതിയുടെ വളർത്തു കേന്ദ്രമാണെന്ന് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 6 മുതൽ 10 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു. ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനം സ്വന്തമാക്കി ബിജുവും കുടുംബവും. യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര താക്കോൽ ദാനം നിർവഹിച്ചു. കോതമംഗല രൂപതയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധാഗ്നിയും സംഘടിപ്പിച്ചു. പ്രതിഷേധാഗ്നി കോതമംഗല ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.